കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. ഞങ്ങൾ ശരിക്കും മനുഷ്യരെ പിടിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ശരിക്കും അത് വലിയൊരു അനുഭവമായിരുന്നു. ഇതുപോലൊരു സന്തോഷം ഇതിനു മുൻപ് അനുഭവിച്ചിട്ടേയില്ല. ഞങ്ങൾ താമസിച്ച വീട്ടിലുള്ളവർ ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഞങ്ങൾക്ക് വലിയ ശക്തി തോന്നുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ അനേകം രോഗികളെ സുഖപ്പെടുത്തി. കൊയ്ത്ത് വളരെ അധികവും വേലക്കാർ ചുരുക്കവുമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഒരു മണിക്കൂർ പോലും വിശ്രമിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. നമുക്ക് ആ കരയിലേക്ക് പോകാം. അവിടെ ആരുമില്ല. അതൊരു വിജന പ്രദേശമാണ്. നോക്ക്, ഒരു വലിയ ജനക്കൂട്ടം നമ്മുടെ പിന്നാലെ വരുന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. ഇനി വിശ്രമിക്കാൻ എവിടെയാ സമയം? യൂദാസേ, അല്പം അനുകമ്പയോടെ സംസാരിക്കൂ. ഇത്രയും ആളുകൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്രമിക്കാൻ തോന്നും? അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെപ്പറ്റിയോ എന്തു ധരിക്കുമെന്ന ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി
ആകുലരാകുന്നതെന്തിന്? കർത്താവേ, ഇതൊരു വിജനപ്രദേശമാണല്ലോ. സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെ. നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അഞ്ച് ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? അത് എന്റെ അടുത്ത് കൊണ്ടുവരിക. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും അത്യുന്നതനുമായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും അത്യുന്നതനുമായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ വാഴ്ത്തുന്നു. നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിന്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തന്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നിരനിരയായിരിക്കും, ഞങ്ങൾ വിളമ്പിത്തരാം. തിരക്ക് കൂട്ടല്ലേ,
എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടും. ദേ ആ ഭാഗത്തേക്ക് ഇരിക്കൂ. ദേ അവിടേക്ക് ഇരിക്കൂ. അവിടെ ഇരുന്നോളൂ, ഞങ്ങൾ വിളമ്പിത്തരാം. ഇവിടെ വിളമ്പൂ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവിടെ വിളമ്പൂ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവിടെ വിളമ്പൂ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവിടെ വിളമ്പൂ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇവിടെ വിളമ്പൂ, ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അതെ, ഇവനാണ് നമ്മുടെ വലിയ പ്രവാചകൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അത്ഭുതം, വലിയ അത്ഭുതം. ഇതുപോലൊന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ജനതകളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ, അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ചെന്നായിയും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. കർത്താവേ, അങ്ങനെ സുഖപ്പെടുത്തി. കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് മാത്രമാണ് ലോകരക്ഷകൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പം തന്നത്. എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തന്നത്. എന്തെന്നാൽ
ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിവന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. Man shall not live on bread alone, but on every word that comes from the mouth of God. Let the children come to me. Jesus Wonder is a project from my own heart. This will guide your children to goodness, a divine treat for their soul, purity for their mind and wisdom for their future. Jesus Wonder, I love it.